നമസ്കാരം. സംസ്ഥാനത്ത് ആശാവർക്കർമാരുടെ സമരം തുടരുകയാണ്. ആശാവർക്കർമാർക്ക് തുച്ഛമായ ശമ്പളം കൂട്ടിക്കൊടുക്കാൻ പണമില്ലെന്നാണ് സർക്കാരിന്റെ പക്ഷം. ക്ഷേമ പെൻഷൻ കൂട്ടാനോ കുടിശ്ശിക പൂർണ്ണമായി നൽകാനോ പോലും പണമില്ലാത്രേ. എന്നാൽ PSC ചെയർമാനും അംഗങ്ങൾക്കും ശമ്പളം വർദ്ധിപ്പിക്കാൻ ഖജനാവിൽ പണമുണ്ട്. ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം കുത്തനെ കൂട്ടാനും സർക്കാരിന് പണമുണ്ട്. ഡൽഹിയിൽ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയായ KV തോമസിന്റെ യാത്രാഭത്ത 5 ലക്ഷത്തിൽ നിന്ന് 11 ലക്ഷമായി ഉയർത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നതായി വാർത്തകൾ വന്നു. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ഈ ദൂരത്തിനെല്ലാം പണം കണ്ടെത്തുന്ന സർക്കാരാണ് ന്യായമായ ആവശ്യങ്ങൾക്കായി സമരം ചെയ്യുന്നവരെയും സാധാരണക്കാരെയും മറന്നുപോയത്, അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ സമരം 10 ദിവസത്തിലധികം പിന്നിടുന്ന വേളയിലാണ് അതേ സെക്രട്ടേറിയറ്റിനുള്ളിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ PSC അംഗങ്ങൾക്ക് 1.5 ലക്ഷത്തിലേറെ രൂപയുടെ ശമ്പള വർധനവിന് അംഗീകാരം നൽകിയത്. മന്ത്രിമാരുടെ കൺമുന്നിൽ ഇത്രയും നാൾ സമരം ചെയ്ത സ്ത്രീകൾ അത്രയും പരസ്യമായി പരിഹസിക്കുന്ന നിലപാടാണ് PSC ചെയർമാന്റെ ശമ്പളം ജില്ലാ ജഡ്ജിയുടെ സൂപ്പർ ടൈം സ്കെയിലിലേക്കാണ് ഉയർത്തിയത്. 76,450 രൂപയായിരുന്നു നിലവിൽ ചെയർമാന്റെ ശമ്പള സ്കെയിൽ. ഇത് 2,24,100 രൂപയാക്കുകയും ഇതോടൊപ്പം കേന്ദ്ര ജുഡീഷ്യൽ ഓഫീസർമാർക്ക് കിട്ടുന്ന DA, HRH എന്നിവയെല്ലാം ചേരുമ്പോൾ ചെയർമാന് മാസം കയ്യിൽ കിട്ടുക 4 ലക്ഷത്തിന് മുകളിലാണ്. ജില്ലാ ജഡ്ജിയുടെ സെഷൻ സ്കെയിലിലേക്ക് ശമ്പളം ഉയർത്തിയ PSC അംഗങ്ങൾക്കും കിട്ടും. സംസ്ഥാനത്തെ 27ഓളം വരുന്ന ആശാവർക്കർമാർക്ക് നിലവിൽ മാസം തോറും ലഭിക്കുന്ന ഓണറേറിയം വെറും 7,000 രൂപയാണ്. മിനിമം കൂലിക്ക് അടുത്തുപോലും എത്താത്ത തുക കൂട്ടി മാന്യമായ തുക നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരം കണ്ടില്ലെന്ന് നടിച്ചാണ് രാഷ്ട്രീയ നിയമനത്തിലെ അടുപ്പക്കാർക്ക് വേണ്ടിയുള്ള സർക്കാരിന്റെ ദൂർത്തെന്നതും കാണാതെ പോകരുത്. ചെയർമാൻ അടക്കം 20 അംഗങ്ങളാണ് PSC നിലവിലുള്ളത്. ഇവർക്കെല്ലാം പുതുക്കിയ നിരക്കിൽ ശമ്പളം നൽകുമ്പോൾ സർക്കാരിന് 4 കോടി രൂപയുടെ അധിക ബാധ്യത വരും. അവിടെയും തീർന്നില്ല. ചെയർമാന്റെ പെൻഷൻ 1.25 ലക്ഷത്തിൽ നിന്ന് 2.5 ലക്ഷമായിട്ടും അംഗങ്ങളുടേത് 1.20 ലക്ഷത്തിൽ നിന്ന് 2.25 ലക്ഷമായും വർദ്ധിപ്പിച്ചു. ഒരു വർഷം PSC അംഗമായിരുന്നാൽ ശമ്പളത്തിന്റെ 7.5% അടിസ്ഥാന പെൻഷൻ. തുടർന്നുള്ള ഓരോ വർഷവും 7.5% വീതം പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 6 വർഷമാണ് പരമാവധി കാലാവധി. 6 വർഷം അംഗത്വം ഉണ്ടായിരിക്കുന്നയാൾക്ക് ശമ്പളത്തിന്റെ 45% തുക അടിസ്ഥാന പെൻഷനായി ലഭിക്കുകയും ചെയ്യും. ഇതിനൊപ്പം DAയും ഉണ്ടാകും. ഒന്നിനും പണമില്ലാതെ നട്ടം തിരിയുന്ന ഇടത് സർക്കാരാണ് PSC അംഗങ്ങൾക്ക് ഇങ്ങനെ ലക്ഷങ്ങൾ വാരിക്കോരി നൽകിക്കൊണ്ടിരിക്കുന്നത്. ജീവനക്കാരെന്ന അംഗീകാരം ലഭിക്കാതെ, സേവന വേതന വ്യവസ്ഥകളില്ലാതെ, കൃത്യമായ അവധികൾ പോലും ഇല്ലാതെ ജോലി ചെയ്യേണ്ട അവസ്ഥയാണ് ആശാവർക്കർമാരുടേത്. സ്ഥിരമോ താൽക്കാലികമോ ആയ മറ്റു ജോലികളിൽ ഏർപ്പെടാൻ അനുവാദവുമില്ല. ഇക്കാര്യങ്ങളിലൊക്കെ ഏറെ അധികാരികളുമായി ചർച്ച നടന്നിട്ടും ഫലമില്ലാതെ വന്നതോടെയാണ് ആശാവർക്കർമാർ സമരപാതയിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കാതെ 62 വയസ്സിൽ ഉത്തരവ് പിൻവലിക്കുക, 5 ലക്ഷം രൂപ വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇവരുടെ സമരം. BJPയും കോൺഗ്രസും ഉൾപ്പെടെ ഇവർക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ കണ്ണ് ഇനിയെങ്കിലും ഈ പാവങ്ങൾക്ക് വേണ്ടി തുറക്കുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്.